ക്രിമ്പിംഗ്. അതും വളരെ തിൻ സെക്ഷൻ എടുത്തിട്ട് ചെയ്യാം. ഈ ക്രിഡിങ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് ചെയ്യാം, എന്നാൽ ആ ക്രിഡിങ്ങിന്റെ ഒരു ടെക്സ്ചർ ഹെയറിൽ വരുള്ളൂ. ചിലവർക്ക് അത് ആവശ്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടെക്സ്ചർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കവർക്ക് വോളിയം കൊടുക്കുകയും വേണം. ക്രിഡിങ് ചെയ്യുന്നതിനാണ് ആക്ച്വലി അതിന്റെ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് അവർക്ക് വോളിയം ഉള്ള ആൾക്കാർക്കും നമ്മൾ ഈ ക്രിമ്പർ യൂസ് ചെയ്ത് ഭയങ്കര ഇതേപോലെ ഹാർഡ് ക്രിമ്പിങ് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് പറ്റും? ടൂ മച്ച് വോളിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെയർ സ്റ്റൈലിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തണമെന്നില്ല. അപ്പൊ നമ്മള് സോഫ്റ്റ് ആയിട്ട് ക്രിംപ് ചെയ്യും. അഥവാ ക്രിംപിങ് കുറച്ച് ഹാർഡായി പോവാണ്, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് ചെയ്യാ? രണ്ടുപേരുടെ ഹെൽപ്പ് എടുക്കാം. എന്തിലേക്ക്? ഒന്ന് 5+ താഴെയുള്ള സോഫ്റ്റ് സ്പ്രേ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൈനിങ് സ്പ്രേ. ലാസ്റ്റ് നമ്മൾ അടിക്കുന്ന ഡ്രൈനെസ് പോകാൻ വേണ്ടി അടിക്കുന്ന ഷൈനിങ് സ്പ്രേ ആണ്. അതിന്റെ ക്രിംപ് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുകയാണ് ഹെയർ. അപ്പൊ ചിലർക്ക് നമ്മൾ ആ ഹാർഡ് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് മോർ വോളിയം അതിൽ നിന്ന് കമ്മി ചെയ്യാം.